പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്രധാന ദൂതൻ ഗബ്രിയേലിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സാന്നിധ്യത്തിൽ ഞാൻ കാർഡ്സ് ഷഫിൾ ചെയ്ത് ചോദിക്കുന്നു. എന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ ഇപ്പോൾ എന്താണ് എൻ്റെ വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി ചിന്തിക്കുന്നത്? എത്രയും പെട്ടെന്ന് തന്നെ വളരെ സ്പീഡിന് തന്നെ അവർ നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. അവർ ചില പ്ലാനുകൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് ചില മെസ്സേജുകൾ, കോളുകൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എത്രത്തോളം നിങ്ങളിത് ബിലീവ് ചെയ്യുന്നു അത്രത്തോളമായിരിക്കും നിങ്ങളിലേക്ക് ആ ഒരു ശക്തി പകർന്ന് കിട്ടുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ കറണ്ട് തോട്ട് എന്താണ്? ഓക്കെ, ഒരുപാട് ഭാരങ്ങൾ തോന്നുന്ന ഒരു എനർജി കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഭാരങ്ങൾ വന്നിരിക്കുന്നത്? ഓക്കെ, നിങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല, നിങ്ങളോട് ഒരുപാട് വേദനകൾ ചെയ്തിരിക്കുന്നു. നിങ്ങൾ അവരുടെ വിജയത്തിലെല്ലാം അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങളെ ഒഴിവാക്കിയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനെ ഓർത്തിട്ട് അവർക്ക് ഒരുപാട് ഭാരം ഫീൽ ചെയ്യുന്ന എനർജിയാണ് കാണുന്നത്. ഓക്കെ, അവർക്ക് കുറേ കർമ്മകൾ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. റീയൂണിയൻ സാധ്യമാകുമോ? തീർച്ചയായിട്ടും റീയൂണിയൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. 6 ആണ് വന്നിരിക്കുന്നത്. പരസ്പരം നിങ്ങൾ കാണുവാനും മിണ്ടുവാനോ ഒരു കപ്പ് കോഫി കുടിക്കുവാനോ ഉള്ള സാഹചര്യങ്ങളുടെ പ്രപഞ്ചം ഒരുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു, ഗോഡ് ബ്ലസ് യു. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ടാരോ കാർഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഗോഡ് ബ്ലസ് യു.